ഓം നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്ന് പറയുന്ന വിഷയം ഈ 2025 വ്യാഴമാറ്റം. ഈ വ്യാഴമാറ്റം 27 നാളുകാർക്കും വരുന്ന ഫലങ്ങൾ. അതിൽ ചില നാളുകാർ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തും എന്ന് തന്നെ പറയാം. 2025 ഫെബ്രുവരി 4 വ്യാഴം വക്രഗതിയിൽ നിന്ന് നേർരേഖയിൽ സഞ്ചരിച്ച് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യാഴൻ്റെ ഈ സ്ഥിതിയിൽ 12 രാശിയിലെ 27 നക്ഷത്രക്കാർക്കും വരുന്ന മാറ്റങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2025 മെയ് മാസം 14 വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിലൂടെ എല്ലാ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ശുക്രൻ വ്യാഴക്ഷേത്രത്തിലും വ്യാഴം ശുക്രക്ഷേത്രത്തിലും നിലകൊള്ളുന്ന സമയം കൂടിയാണിത്. ആയതിനാൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ള ഈ 12 രാശിയിലെ ഫലങ്ങളാണ് പറയുന്നത്. ആദ്യമായിട്ട് വരുന്നത് മേടം രാശിയാണ്. ഈ രാശിയിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്ര ജാതകരാണ്. ഈ നാളുകാരുടെ 2ാം ഭാവത്തെ സ്വാധീനിക്കുന്ന വ്യാഴൻ ഭാഗ്യസ്ഥാനത്തിലേക്കാണ് വരുന്നത്. സാമ്പത്തിക പുരോഗതിയാണ് പ്രധാനമായിട്ടും ഈ നാളുകാർക്ക് വരാൻ പോകുന്നത്. കുടുംബസ്വത്ത് കയ്യിൽ വന്നു ചേരുക, ഒന്നിലധികം മേഖലകളിൽ നിന്ന് വരുമാനം ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്നിങ്ങനെയുള്ള യോഗങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക പ്രതിസന്ധികൾ മാറിക്കിട്ടുകയും സാമ്പത്തിക ബാധ്യതകൾ തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തെളിഞ്ഞു കിട്ടുകയൊക്കെ ചെയ്യുന്ന സമയം. കൂടാതെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉയർച്ച പ്രതീക്ഷിക്കാം. രോഗാവസ്ഥകൾക്ക് ശമനം ഉണ്ടാകും. നിലവിൽ ഔഷധ സേവയിൽ നിൽക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാകും. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ശത്രുതകൾ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ജോലിയുടെ ആവശ്യത്തിലേക്കായിട്ടുള്ള യാത്രകൾ അനിവാര്യമായിട്ട് വരികയും അങ്ങനെയുള്ള യാത്രകൾ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നുകൂടി പറയുന്നു. ഇതിലൂടെ ജാതകർക്ക് മനസമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. തുടർന്ന് ഇടവം രാശിയാണ്. ഈ രാശിയിൽ വരുന്നത് കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം, അര എന്നീ നാളുകാരാണ്. അപ്പോൾ ഇടവം രാശിക്കാർക്ക് 11ാം ഭാവത്തിലാണ് വ്യാഴൻ വരുന്നത്. ജന്മരാശിയിലെ വ്യാഴൻ ജാതകർക്ക് ദീർഘവീക്ഷണം ഉണ്ടാക്കുമെന്നതാണ്. കാര്യങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുവാനും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാനും സാധിക്കും എന്ന് തന്നെ പറയാം. പ്രവർത്തന മേഖലകളിൽ നിങ്ങൾക്ക് ഒരു സാമർഥ്യം ഉണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ജീവിതത്തിൽ ഇനി ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിനെ എല്ലാം മറികടക്കുവാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടാകും. പ്രവർത്തനങ്ങൾ കഠിനാധ്വാനം കൂടാതെ നിഷ്പ്രയാസം സാധിച്ചെടുക്കുവാനും കഴിയുന്ന ഒരു സമയമാണ്. അഷ്ടമാധിപനായിട്ടുള്ള വ്യാഴൻ മനസമാധാനവും നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം തിരികെ ലഭിക്കുവാനുള്ള സാഹചര്യവും ഉണ്ടാക്കും എന്നതാണ്. വായ്പകൾ പോലുള്ള കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി അത് സാധ്യമായി കിട്ടുന്നതുമായിരിക്കും. തുടർന്ന് മിഥുനം രാശിയാണ്. ഈ രാശിയിൽ വരുന്നത് മകയിരം, അര, തിരുവാതിര, പുണർദം, മുക്കാൽ എന്നീ നക്ഷത്ര ജാതകരാണ്. മിഥുന രാശിക്കാർക്ക് വ്യാഴൻ 12ാം ഭാവത്തിലേക്കാണ് വരുന്നത്. പ്രധാനമായും തൊഴിൽ പുരോഗതിയാണ് ഉണ്ടാകുന്നത്. പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അതിലേക്കായിട്ടുള്ള പ്രവേശനാനുമതികൾ ലഭിക്കും. വിദേശ ജോലി, വിദേശത്തോട്ടുള്ള യാത്ര എന്നിവയ്ക്കുള്ള സാഹചര്യങ്ങളുണ്ടാകും. ജോലിക്കയറ്റം, നിലവിലെ ജോലിയിലുള്ള പ്രൊമോഷൻ, ജോലിക്കയറ്റം പ്രതീക്ഷിക്കാം. ശമ്പള വർധന ഉണ്ടാകും.
എല്ലാ തൊഴിൽ തടസ്സങ്ങളും മാറിക്കിട്ടുന്നൊരു സമയമാണ്. ബിസിനസ്സിൽ ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാകും. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണിത്. വിദ്യാപുരോഗതി ഉണ്ടാവുകയും ഉപരിപഠനത്തിനായിട്ടുള്ള അവസരങ്ങൾ ജാതകരെ തേടി വരികയും ചെയ്യുന്നതാണ്. ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. ശുഭകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ബന്ധുബലം വർദ്ധിക്കുകയും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. ശാരീരിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ വിട്ടകന്ന് ജീവിതത്തിൽ ശുഭകാര്യങ്ങൾ ശുഭചിന്തകളൊക്കെ ഉണ്ടായി വരാൻ ഉള്ള ഒരു സമയം കൂടിയാണ്. ശത്രുതകൾ മാറിക്കിട്ടുകയും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. തുടർന്ന് വരുന്നത് കർക്കിടകം രാശിയാണ്. ഈ രാശിയിലായിട്ട് വരുന്നത് പുണർതം, കാല്, പൂയം, ആയില്യം എന്നീ നക്ഷത്ര ജാതകരാണ്. അപ്പോൾ കർക്കിടകം രാശിക്കാർക്ക് ഭാഗ്യാധിപനായിട്ടുള്ള വ്യാഴം 11ാം ഭാവത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. ആയതിനാൽ തന്നെ ആഗ്രഹസാഫല്യം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. കുറേ നാളുകളായിട്ട് സാധിച്ചെടുക്കണം എന്ന് മനസ്സിൽ കരുതിയ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് സാധിച്ചെടുക്കുവാൻ കഴിയും. പ്രധാനമായിട്ട് വിവാഹം, വാഹനം, തൊഴിൽ എന്നിവയൊക്കെ ഈ രീതിയിൽ വരുന്ന കുറേ ആഗ്രഹ സാഫല്യത്തിൽ വരുന്ന കാര്യങ്ങളാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. അതുവഴി മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. എല്ലാ രീതിയിലും ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ പിന്തുണ ഉണ്ടാകും. വസ്തുവോ ഗൃഹമോ സ്വന്തമാക്കുവാനും ഉള്ള യോഗം കാണുന്നുണ്ട്. കുടുംബസ്വത്ത് കൈവശം വരുന്നതായിരിക്കും. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സമയമായിരിക്കും. ധനഭാഗ്യവും സന്താനഭാഗ്യവും ഉണ്ടാകും. സന്താനങ്ങളുടെ പ്രവൃത്തിയിൽ അഭിമാനിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ എത്തുന്നതിനുള്ള യോഗവും ഉണ്ടാകും. ഈ സമയം പുണ്യസ്ഥലങ്ങളിലേക്ക് യാത്രകൾ ചെയ്യുവാൻ സാധിക്കും. വിദേശയാത്രയ്ക്ക് യോഗം കാണുന്നുണ്ട്. തുടർന്ന് ചിങ്ങം രാശിയാണ്. ഈ രാശിയിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങം രാശിക്കാർക്ക് 10ാം ഭാവത്തിലേക്കാണ് വ്യാഴൻ വരുന്നത്. തൊഴിൽ പുരോഗതിയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. അതും നേതൃത്വ സ്ഥാനത്തേക്കായിരിക്കും അംഗീകരിക്കപ്പെടുന്നത്. ഒരു കൂട്ടം തൊഴിലാളികളുടെ നേതൃത്വ ചുമതല ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ശമ്പള വർധനവ് വന്നു ചേരും. എന്നിങ്ങനെ പ്രതീക്ഷിക്കാത്ത തന്നെ തൊഴിൽ പുരോഗതികൾ ഈ സമയം ജാതകർക്ക് സംഭവിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അകന്നു പോവുകയും സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും. വസ്തു, വാഹന, ഗൃഹഭാഗ്യം ഉണ്ടാകും. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ചിങ്ങം രാശിക്കാർക്ക്. തുടർന്ന് കന്നി രാശിയാണ്. ഈ രാശിയിൽ വരുന്നത് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര എന്നീ നക്ഷത്രങ്ങളാണ്. നേർരേഖയിലെ വ്യാഴൻ്റെ സഞ്ചാരം കന്നിരാശിക്കാർക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് വരുന്നത്. ദുഃഖനിവാരണം ഉണ്ടാകുന്നതാണ്. മനസമാധാനം, സന്തോഷം എന്നിവ ജീവിതത്തിൽ വന്നു ചേരും. ജീവിതത്തിലെ പല കാര്യങ്ങളിലും ചിട്ടയോട് പ്രവർത്തിക്കുവാൻ സാധിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട ചുമതലകൾ കൃത്യസമയത്ത് നിർവഹിക്കുന്നതിലൂടെ അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. ഗൃഹം വാങ്ങുവാനോ നിലവിലെ ഗൃഹം പുതുക്കി നിർമ്മിക്കുവാനോ ഒക്കെ സാധിക്കും. വിദ്യാപുരോഗതി ഉണ്ടാകും. പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലൊക്കെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ പാരിതോഷികങ്ങൾ ലഭിക്കുകയും മംഗളകാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. വിവാഹ ബന്ധങ്ങൾ അനുകൂല തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരും. തുടർന്ന് വരുന്നത് തുലാം രാശിയാണ്. ഈ രാശിയിൽ വരുന്നത് ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. തുലാം രാശിക്കാരുടെ 3, 6 ഭാവാധിപനായ വ്യാഴം നേർരേഖയിൽ വരുമ്പോൾ കർമ്മസ്ഥാനമാണ് പ്രധാനമായിട്ടും ഉന്നതി വരുന്നത്. പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശനാനുമതി ലഭിക്കുക, നിലവിലെ തൊഴിൽ സ്ഥാനക്കയറ്റം ഉണ്ടാവുക, ബിസിനസ്സിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക എന്നിങ്ങനെ തൊഴിൽ പുരോഗതികളുണ്ടാകും പല രീതിയിലും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാക്കുവാൻ കഴിയും. അനുകൂലമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. കരാറ് ജോലികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആ ജോലികളിലൊക്കെ നേട്ടങ്ങളുണ്ടാകും. മുന്നേ ചെയ്യുന്ന ജോലികളുടെ, അതായത് കരാർ ജോലികൾ ചെയ്ത് തടസ്സത്തിൽ കിടന്നിട്ട് അതിൻ്റെ പ്രതിഫലം ലഭിക്കാതെ വരുന്ന കാര്യങ്ങൾ, അതാണ് മുന്നേ ചെയ്ത ജോലികളുടെ പ്രതിഫലം തടസ്സങ്ങൾ നീക്കി ലഭിക്കുവാനുള്ള വഴികൾ ഉണ്ടായി വരും. ധനപരമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ
പരിഹരിക്കപ്പെടും. ധനപരമായ ക്രയവിക്രയങ്ങളെന്ന് പറയുമ്പോൾ കൊടുത്ത ധനം തിരികെ കിട്ടാതെ തടസ്സത്തിൽ കിടക്കുക എന്നുള്ള കാര്യങ്ങൾ. അതുകൂടാതെ തന്നെ ഷെയർ മാർക്കറ്റ്, ട്രേഡിംഗ്, ലോട്ടറി എന്നിവ വഴിയൊക്കെ ധനാഗമനം പ്രതീക്ഷിക്കാം. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും. സകല ശാരീരിക പ്രശ്നങ്ങൾക്കും മാറ്റങ്ങൾ വന്നു ചേരുന്നൊരു സമയം കൂടിയാണ്. തുടർന്ന് വൃശ്ചികം രാശി. ഇതിൽ വരുന്ന നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകരാണ്. വൃശ്ചികം രാശിക്കാർക്ക് 7ാം ഭാവത്തിലാണ് വ്യാഴൻ വന്നിരിക്കുന്നത്. ആയതിനാൽ പല പ്രവർത്തനങ്ങളും ജീവിതത്തിൽ വിജയിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ നല്ല ചിന്തകളും ശരിയായ തീരുമാനങ്ങളും എടുക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ നിലവിലുണ്ടായിട്ടുള്ള സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. യോഗ്യമായ തൊഴിൽ സ്വീകരിക്കുവാൻ സാധിക്കുകയും അനുയോജ്യമായിട്ടുള്ള വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുകയും ചെയ്യും. കൂടാതെ മംഗളകരമായിട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചെടുക്കുവാനുള്ള സമയമാണ്. കർമ്മരംഗം പുരോഗതിയിൽ വരുന്നതായിരിക്കും. ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ തകരാറുകളൊക്കെ മനസ്സിലാക്കി അതൊക്കെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ മേഖലകളിൽ നിന്ന് ധനവരവ് പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായി മാറ്റങ്ങൾ ഉണ്ടാകും. നിലവിലെ രോഗാവസ്ഥയ്ക്ക് ശമനം പ്രതീക്ഷിക്കാം. ഔഷധ സേവ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഫലപ്രാപ്തിയിൽ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. തുടർന്ന് വരുന്നത് ധനുരാശിയാണ്. ഈ രാശിയിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാല് എന്നീ നക്ഷത്രങ്ങളാണ്. ധനുരാശിക്കാർക്ക് 6ാം ഭാവത്തിലാണ് വ്യാഴൻ്റെ സഞ്ചാരം വരുന്നത്. ആയതിനാൽ ജീവിതത്തിൽ വന്നിട്ടുള്ള ശത്രുദോഷങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. വളരെ കാലമായിട്ടും ശ്രമിച്ചിട്ട് കിട്ടാതെ വന്ന ഒരു തൊഴിൽ അത് നിങ്ങളെ തേടി വരുന്നൊരു സമയമാണ്. പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. സ്വന്തമായിട്ടൊരു വാഹനം, ഭൂമി എന്നിവ വാങ്ങുവാൻ സാധിക്കും. മനസ്സിനിണങ്ങിയ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും. ബന്ധുബലം വർദ്ധിക്കും. സുഹൃത്തുക്കളുടെ പിന്തുണ തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളുണ്ടാക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകൾ അനിവാര്യമായിട്ട് വരും. അതുവഴി തന്നെ ആ യാത്രകൾ വഴി നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് വിദ്യാപുരോഗതിയും ഉപരിപഠന സാധ്യതയും സ്കോളർഷിപ്പുകളും ഒക്കെ പ്രതീക്ഷിക്കാം. ഈ സമയം ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സമയം, ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. തുടർന്ന് മകരം രാശിയാണ്. ഈ രാശിയിൽ വരുന്നത് ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര എന്നീ നക്ഷത്ര ജാതകങ്ങളാണ്. മകരം രാശിക്കാർക്ക് 5ാം ഭാവത്തിലേക്കാണ് വ്യാഴൻ വരുന്നത്. ആയതിനാൽ ജീവിതയാത്രയിൽ വരുന്ന സകല കാര്യങ്ങളിലും ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ജാതകർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. ധനപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് വലിയ പുരോഗതിയാണ് ഉണ്ടാകുവാൻ പോകുന്നത്. കൂടാതെ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാനും കഴിയുന്നതാണ്. ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാരെ യോജിപ്പിച്ചു കൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വിജയിക്കുവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും. ഈ കിട്ടാക്കടങ്ങളൊക്കെ തീർത്തെടുക്കുവാൻ സാധിക്കും. മക്കളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കും. ജാതകർക്കോ ബന്ധുജനങ്ങൾക്കോ വിവാഹം മുതലായ മംഗളകാര്യങ്ങൾ നടന്നു കിട്ടും. ആരോഗ്യ പ്രശ്നങ്ങളിൽ മാറ്റം പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി സ്ഥിര വരുമാനം ലഭിക്കുന്ന തൊഴിലുകളിൽ പ്രവേശിക്കുവാനും സാധിക്കും. സകല മേഖലകളിലും കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ ജാതകർക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം. തുടർന്ന് കുംഭം രാശിയാണ്. ഈ രാശിയിൽ വരുന്നത് അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭം രാശിക്കാർക്ക് 4ാം ഭാവത്തിലാണ് വ്യാഴൻ വരുന്നത്. ആയതിനാൽ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും. അകൽച്ചയിൽ കഴിയുന്ന ദമ്പതിമാർക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലാക്കി ഒരുമിച്ച് പോകുന്നതിലേക്കായിട്ടുള്ള അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ഈ ഒരു കാര്യത്തിൽ തന്നെ ജാതകർക്ക് മാനസിക വിഷമങ്ങൾ മാറിക്കിട്ടും. സാമ്പത്തികമായിട്ട് നിലനിൽക്കുന്ന പ്രതിസന്ധികൾ മാറിക്കിട്ടുന്നതാണ്. ബിസിനസ്, കുടിൽ വ്യവസായം എന്നിവയിൽ പുരോഗതി ഉണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളെ നല്ല രീതിയിൽ നേരിടുവാൻ സാധിക്കും. പ്രസിദ്ധീകരണങ്ങൾ മുതലായ കാര്യങ്ങളുമായിട്ട് അങ്ങനെയുള്ള മേഖലകളിൽ, പ്രസിദ്ധീകരണ മേഖലകളിലൊക്കെ ഉള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നൊരു സമയം. വാഹനം, ഗൃഹം എന്നിവ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും സന്താന ദുഃഖം മാറിക്കിട്ടുകയും ചെയ്യും. പല മേഖലകളിൽ നിന്നും ജോലി സാധ്യതകൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും. തുടർന്ന് മീനം രാശിയാണ്. ഈ രാശിയിൽ വരുന്നത്
പൂരുരുട്ടാതി 4, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. അപ്പോൾ മീനം രാശിക്കാർക്ക് രാശ്യാധിപനായിട്ടുള്ള വ്യാഴൻ 3-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ആയതിനാൽ തന്നെ ധനപുരോഗതിയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. അതായത് ഈ ലേലം, ചിട്ടി, കുറി, ലോട്ടറി, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്നും വരുമാനവും, ധനാഗമനം, വാഹനം, ഭൂമി എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നിന്നും എല്ലാം ധനാഗമനം പ്രതീക്ഷിക്കാം. ഈ മേഖലകളിലൊക്കെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. ഈ മേഖലകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള, നേരത്തെക്കാളും കുറച്ചുകൂടി ആത്മവിശ്വാസം, ചെയ്താൽ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും. ശത്രുക്കളെ സ്നേഹത്തിൻ്റെ രീതിയിൽ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. കൂടാതെ തന്നെ ഈ ചതിക്കുന്നവരെയും വഞ്ചിക്കുന്നവരെയൊക്കെ മനസ്സിലാക്കി ബിസിനസ്സിൽ പുരോഗതി തിരിച്ച് സ്ഥാപിച്ചെടുക്കുവാൻ കഴിയും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. ആരോഗ്യം മെച്ചപ്പെടും. നാഡീ സംബന്ധമായതോ അവസ്ഥാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറവ് പ്രതീക്ഷിക്കാം. പ്രവർത്തന മേഖലകളിൽ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ പിന്തുണ ഉണ്ടാകും. സഹോദരസ്ഥാനം ബലമുള്ളതായി തീരും. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം ഉണ്ടാകും. അംഗീകാരം, ബഹുമതി എന്നിവയും പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ ഈ രീതിയിലാണ് 2025 വ്യാഴമാറ്റത്തിലൂടെ 12 രാശിയിലെ 27 നക്ഷത്ര ജാതകർക്കും വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.